മകയിരം, തിരുവാതിര, പുണർദം. മകം, പൂരം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഉൾപ്പെടുന്ന 11 നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ വഴിത്തിരിവാകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ജൂൺ 3-ാം തീയതി അതിവിശേഷകരമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ കാരണമാകുന്നത് സൂര്യൻ്റെയും ബുധൻ്റെയും മാറ്റം കൊണ്ടുണ്ടാകുന്ന ബുധാദിത്യ രാജയോഗത്താലാണ്. അതായത് ഈ ബുധൻ്റെയും സൂര്യൻ്റെയും അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം ഈ 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടാക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒരിക്കലും നിസ്സാരമല്ല. അപ്രകാരം നോക്കുമ്പോൾ ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ഈ 4 രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം ശുഭകാര്യങ്ങൾ അനുഭവിച്ചറിയുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഉൾപ്പെടുന്ന 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കഷ്ടതകളെ മറന്ന് ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ബുധാദിത്യ രാജയോഗം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ നിങ്ങളിലേക്ക് വന്നെത്തുന്നത്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ചില അംഗീകാരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് ഫലിപ്പിക്കുവാൻ കഴിയുന്നതിനാൽ അത് മുഖേന നിങ്ങളിലേക്ക് ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന സമയം കൂടിയായിരിക്കും ഇത്. അതൊരു പക്ഷേ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന ഉയർച്ചയാവാം. അതല്ല എന്നുണ്ടെങ്കിൽ മിഥുനം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങളാവാം. അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് തുറന്നു പറയേണ്ട ചില കാര്യങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിനാൽ അത് നിങ്ങളിലേക്ക് ചില അംഗീകാരങ്ങൾ കൊണ്ടെത്തിക്കുന്നതുമാവാം. എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ധൈര്യത്തോടെ ചില കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ചില ഫലങ്ങൾ ലഭിക്കുന്നതുമായും കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബുധാദിത്യ രാജയോഗം വളരെയേറെ ഭാഗ്യങ്ങൾ ചൊരിയുന്ന ഈ ഒരു സമയത്ത് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും മികച്ച ചില മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാവുകയും അതോടൊപ്പം തന്നെ വളരെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. കടബാധ്യതകളിൽ മുങ്ങി നിൽക്കുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ കഷ്ടതകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന്
ഒരു ശമനം നേടുവാൻ കഴിയും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ദീർഘകാലമായി നിക്ഷേപങ്ങൾ നടത്തി വന്നിരുന്ന മിഥുനം രാശിക്കാർക്ക് അതിൽ നിന്നും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ലാഭം കൈവരുന്ന സമയവുമാണ് ഇപ്പോൾ ബുധാദിത്യ രാജയോഗത്തോടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. മാത്രമല്ല, നിങ്ങളുടെ മാനസിക സന്തോഷവും ആരോഗ്യവുമെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലായിരിക്കും രാജയോഗത്താൽ നിലനിൽക്കുന്നത്. ഇനി രണ്ടാമതായി ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ വളരെ വലിയ ഭാഗ്യങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് പല കാര്യത്തിലും ചില വ്യക്തികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി ചിന്തിച്ച് തീരുമാനമെടുക്കുവാനും നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് മാറുവാനും ഇടയാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം ചില വ്യക്തികളുമായി വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങൾ ആത്മസംയമനം പാലിക്കുന്നതിലൂടെ പ്രശ്നങ്ങളൊന്നും തന്നെ വഷളാകാതെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കുകയും നിങ്ങൾക്ക് കഷ്ടപ്പാടുള്ള ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായി സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും തന്നെയായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് കൈവരുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്കാണ് ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ബുധാദിത്യ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്നത്. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് വളരെയധികം നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമായിരിക്കും ബുധാദിത്യ രാജയോഗത്തോടെ വന്നു ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് പുതിയ ചില നിക്ഷേപങ്ങൾ തുടങ്ങുവാനും ഭാവിയിൽ അതിൽ നിന്ന് ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള യോഗം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നാളുകളായുള്ള ആഗ്രഹം പോലെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വന്തമായി സ്ഥലം വാങ്ങുവാനുള്ള ഭാഗ്യം ഈ ഒരു ദിവസം കൈവരും. മാത്രമല്ല
നിങ്ങൾ വാങ്ങുന്ന വസ്തുവിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു ആദായം നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ ഉന്നമനത്തിലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ബുധാദിത്യ രാജയോഗം നിങ്ങളെ തുണയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില പ്രിയപ്പെട്ടവർ തെറ്റിദ്ധാരണകൾ മാറി നിങ്ങളിലേക്ക് വരികയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുവാനും ഇടയാകും. ചുരുക്കി പറഞ്ഞാൽ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക മേഖലകളിലും ആരോഗ്യസ്ഥിതിയിലുമെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ബുധാദിത്യ രാജയോഗത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അവസാനമായി ഈ ബുധാദിത്യ രാജയോഗം കൊണ്ട് വളരെയധികം ഭാഗ്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുന്നതിനാൽ ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ കരസ്ഥമാക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് അകലുകയും അതേസമയം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും വിജയിക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് കുംഭം രാശിക്കാരിൽ ബുധാദിത്യ രാജയോഗം ഭാഗ്യം ചൊരിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്കെതിരെ ദോഷകരമായ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ തകർച്ച കാണുവാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ കുംഭം രാശിക്കാരുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഗുണകരമാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുവാനോ പണം വാങ്ങുവാനോ നിൽക്കരുത്. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും മംഗളകരമായ കാര്യങ്ങളുമാണ് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അതിൻ്റെ ആഗ്രഹ സഫലീകരണം കാണുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ബുധാദിത്യ രാജയോഗത്താൽ നിങ്ങൾക്ക് കൈവരുന്നത്. ഈ നേട്ടങ്ങൾക്കെല്ലാം പുറമെ മാനസികമായ സന്തോഷവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 രാശിക്കാരും ബുധാദിത്യ രാജയോഗം നിങ്ങളെ തുണയ്ക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.